ഹലോ നമസ്കാരം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു 6 AM മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് വ്ളോഗ്സ് ഒന്നും ഇല്ലെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗ്സ് ഞാൻ ചെയ്യാത്തത് വേറെ ഒന്നുമല്ല ഇപ്പോൾ പുറത്തേക്കൊന്നും പോക്കില്ലല്ലോ ലോക്ക്ഡൗൺ കാരണം അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗ്സ് ഒന്നും ചെയ്യാത്തത് എന്നാലും എൻ്റെ ഒരു ലോക്ക്ഡൗൺ ദിവസം നമുക്ക് ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയതിന് ശേഷം എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആപ്പിൾ സൈഡർ വിനീഗറിൻ്റെ ഒരു ഡ്രിങ്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗറും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഞാനിപ്പോൾ രാവിലെ കഴിക്കണേ. അപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ വന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി കുറച്ച് നേരം വായി നോക്കിയൊക്കെ നിൽക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ ആ രാവിലത്തെ ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം. നേരം വെളുത്ത് വരുന്ന കാണാനൊക്കെ നല്ല രസമല്ലേ. കുറച്ച് നേരം അങ്ങനെ നിൽക്കും, ഒരു 10-15 മിനിറ്റോളം അവിടെ അങ്ങനെ നിൽക്കും. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ എക്സസൈസിലേക്ക് കിടക്കും. ദിവസവും രാവിലെ ഒരു 30 മിനിറ്റ് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, എന്തെങ്കിലും വയ്യായും ക്ഷീണമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ജസ്റ്റ് ഞാൻ അപ്പുറത്തെ സ്റ്റെയർ ഒന്ന് കയറി ഇറങ്ങാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തോ പോലെയാണ് അന്നത്തെ ഫുൾ ഡേ ഒരു മാതിരി ആയിട്ടിരിക്കും, വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കേട്ടോ, ലഞ്ചും ഒക്കെ ഉണ്ടാക്കണം. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും തീർക്കണം. എന്നിട്ട് വേണം എൻ്റെ ഓഫീസ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് റാഗി ദോശയാണ്. റാഗി ദോശയും കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കണേ. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗി ദോശ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. സാധാരണ ദോശേനെ അപേക്ഷിച്ചിട്ട് അത്ര ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് അല്ലേ. പക്ഷെ നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. ഇവിടെ പട്ടൂന് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവന് ഈ ടേസ്റ്റൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ പട്ടൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ മധുരം ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇങ്ങനെ വെറൈറ്റി ടേസ്റ്റ്, കയ്പ്പ് രസം അതുപോലെ പുളി രസമൊക്കെയാണ് പട്ടൂന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ റാഗി ദോശയൊക്കെ വലിയ താല്പര്യമാണ്. അപ്പോൾ ദോശയ്ക്കൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവർ കിട്ടാനും നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ 2 സൈഡിലും നന്നായിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കോക്കനട്ട് ചട്ടി ആണെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർക്കാണ്ടാണ് ഉണ്ടാക്കുക, പട്ടൂനും കൂടിയും കഴിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടുകടലയും അതുപോലെ നാളികേരം അരച്ചതും ചെരുകിയതും പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം പിന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അങ്ങോട്ട് പൊട്ടിക്കും. അപ്പോൾ ആ ഒരു എരിവ് എന്ന് പറയാനായിട്ട് ആ വറ്റൽമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളുടെ ദോശയും ചട്നിയൊക്കെ റെഡിയായി. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ലഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പരിപ്പും തക്കാളിയും അരച്ച് വെക്കണം. പിന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനാണ് വിചാരിക്കണത്. അപ്പോൾ അരച്ച് വയ്ക്കുക. നാളികേരമൊക്കെ കുറവാണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നു പോയി. ഇവിടെയാണെന്ന് വെച്ചാൽ നാളികേരം അധികം കിട്ടാനും ഇല്ല. നമ്മളിപ്പോൾ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രം തുറന്ന് പ്രവർത്തിക്കണുള്ളൂ, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അടച്ചിട്ടേക്കാണ്. അവിടെയെന്ന് വെച്ചാൽ പച്ചക്കറിയും നാളികേരമൊക്കെ അധികം സ്റ്റോക്കും ഇല്ല. ഇന്നലെ പോയപ്പോൾ നമുക്ക് ഒരു നാളികേരമാണ് കിട്ടിയത്, അത് മാത്രമേ ബാക്കി ഉണ്ടായുള്ളൂ ഇവിടെ. അപ്പോൾ അതിൽ ഇന്നലെ ഞാനിതുപോലെ തന്നെ തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ട് ഒരു നാളികേരത്തിൻ്റെ ഒരു 1/4 ഭാഗം ഉപയോഗിച്ചു. എൻ്റെ ബാക്കി ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഇനി കറിക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പിശുക്കിയാണ് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് എന്താണെന്ന് സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് തന്നെ ഇപ്പോൾ ഭക്ഷണമൊക്കെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ കുറച്ച് നാളികേരം ഇരിക്കണത് നന്നായിട്ട് ചിരകിയെടുക്കാം. അപ്പോൾ ചിരവ ഇവിടെ നമ്മളുടെ കൗണ്ടർ ടോപ്പിൽ ഫിറ്റ് ആവാത്തതുകൊണ്ട് ഞാനിതുപോലെ നാളികേരം കൊത്തി എടുക്കാറാണ് പതിവ്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് മിക്സിയുടെ ആ ഒരു ചെറിയ ചാറിനകത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുമ്പോൾ നാളികേരം ചിരകി ഒരു പരുവത്തിലായിട്ട് കിട്ടും. അങ്ങനെ കറി വെക്കാൻ ആവശ്യമുള്ള പരിപ്പ് വേവാൻ വെച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളുടെ കേരള റൈസ് വേവാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലാണ് വിസിലടിപ്പിച്ചെടുക്കുക. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 വിസിൽ വരണ വരെ നന്നായിട്ട് വേവിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ പരിപ്പും തക്കാളിയും അരച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പരിപ്പും അതുപോലെ അരി കഴുകിയ വെള്ളം കളയാണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞാനും പട്ടും കൂടിയിട്ട്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഞങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഇതുപോലെ അരി കഴുകിയതും പിന്നെ പച്ചക്കറി കഴുകിയ വെള്ളമൊക്കെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ അവനെ കൂട്ടാണ്ട് ഞാനെങ്ങാനും ആ ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ വലിയ പ്രശ്നമാണ്. അപ്പോൾ അവനെ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ടാണ്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയിട്ടായിരിക്കും ചെടിക്കൊക്കെ നനയ്ക്കുക.
ഇത് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ്റെ തലേവാലൊക്കെ നുള്ളി കളയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ പരിപ്പ് വെന്ത് കഴിയുമ്പോൾ തക്കാളിയും പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ നാളികേരം അങ്ങോട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറി ഏകദേശം റെഡിയാവും. പിന്നെ നമുക്കൊന്ന് താളിച്ചെടുത്താൽ മതി. പിന്നെ ചമ്മന്തി ആണെങ്കിലും നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം വേണം. അപ്പോൾ നാളികേരവും അതുപോലെ വറ്റൽമുളകും പിന്നെ ഈ ചെമ്മീനും നന്നായിട്ട് വറുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാറാണ് ചെയ്യുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അങ്ങോട്ട് തൂവി കൊടുത്തു കഴിഞ്ഞാൽ ചമ്മന്തി റെഡിയാവും. അപ്പോൾ വാസുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കണേ പരിപ്പ് കറി പിന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. വാസുവിന് ഏറ്റവും ഇഷ്ടം നാടൻ ഭക്ഷണങ്ങളാണ്. ഇതുപോലെ നല്ലൊരു കറി വേണം, അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാൻ നല്ലൊരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചമ്മന്തിയോ ഉണക്ക മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു അച്ചാറെങ്കിലും മിനിമം വേണം കഴിക്കാൻ. അങ്ങനെ ചമ്മന്തിയുടെ കൂട്ടെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി ഒരു പുളിയുറുമ്പിൻ്റെ കളറാകുമ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ ടേസ്റ്റ് പിന്നെ ഞാൻ പറയണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ പൊടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാചക പരിപാടികളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി അടുക്കള നന്നായിട്ട് വൃത്തിയാക്കണം. പാത്രങ്ങൾ കുറച്ചധികം കഴുകാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തൊട്ടുള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് കഴുകി വയ്ക്കാം. എൻ്റെ പണികളൊക്കെ തീരാൻ കണ്ടത് ആ പട്ടുണ്ണി എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയതായി മമ്മി പല്ല് തേപ്പിക്കേണ്ട, തന്നെത്താനെ തേച്ചോളാം എന്നൊക്കെയാണ് പറയണേ. പല്ലേപ്പൊന്നും വലിയ കാര്യമായിട്ട് നടക്കില്ല കേട്ടോ, ഫുള്ള് വെള്ളത്തിൽ കളിയാണ്. അവസാനം പിന്നെ ഞാൻ തന്നെ പല്ലേപ്പിക്കേണ്ടി വരും. പിന്നെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കൊന്ന് മേലെ പോകണം, മേലെ പോയി സൈക്കിൾ ഓട്ടണം. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മേലെ വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ സൈക്കിൾ ഓട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് ദാ പട്ടൂനെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിതേ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ചെടിക്കൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും ചെയ്യണ കാര്യമാണ് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറന്നാലും ഇവനെന്നെ ഓർമ്മിപ്പിക്കും. വാസുവിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി പട്ടുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് എൻ്റെയും കൂടിയും കുളി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റും കൂടിയും കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഓഫീസ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഏകദേശം ഒരു 8:45 സമയം. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കാര്യം അത്ര പ്രൊഡക്റ്റീവായിട്ടൊന്നും നടക്കില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് മാത്രം. പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളടുത്ത് വന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പട്ടുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന ടോയ് എവിടെ, മറ്റേ ടോയ് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് അന്വേഷിച്ച് നടക്കലാണ് പണി. പിന്നെ ഓരോരോ വാശികളും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം. അപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടണമെന്ന് മാത്രം. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഞങ്ങളുടെ ചെറിയൊരു ഭാഗമാണ് കാണിച്ചത്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലും വ്ളോഗോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്പൊക്കെ ആയിട്ട് വരാം. അതുവരെ ബൈ.